സാറിന്റെ തിരുവാഭരണം കാണാനില്ലേ? അമ്പലത്തിൽ കള്ളം കയറിയേ. എന്റെ ഈശ്വര, ഇങ്ങനെ വയറ് നിറച്ച് ചോറിണ്ടിട്ട് നുണ പറയണ കള്ളന്മാരി കള്ളികളി ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ മാറിക്കടാ, ഇങ്ങനെ തിരിഞ്ഞിക്കടാ. നമ്മളാരാ? കീശാന്റെയാണ്. എപ്പോഴാ ഇന്നലെ അമ്പലത്തിൽ നിന്ന് പോയത്? ശിവേലി കഴിഞ്ഞ്. എങ്ങോട്ടാ പോയത്? നേരെ ഇല്ലത്തേക്ക്. ആഹാ, ഇല്ലത്തേക്കാ പോയത്. അപ്പോഴേ ഇവിടുന്ന് ഇല്ലത്തേക്ക് കൊണ്ടുപോയ സാധനം ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് തന്നെ. എന്ത്? ഓ ശിവ ശിവ, ഇത് ക്ഷേത്രാണ്. ക്ഷേത്രമായതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞോളൂ. അവിടെ കൊണ്ടുപോയത് എനിക്കറിയാലോ. സത്യമായിട്ടും എനിക്കറിയില്ല. അതെ, അപ്പൊ നിനക്കൊന്നും അറിയില്ലല്ലേ? എനിക്കറിയില്ല. പിന്നെ ആർക്കാ അറിയാ? അറിയണവരുണ്ടാവും അല്ലേ? എന്തമ്മായി എന്താ ചെയ്യ? നിനക്ക് സുഖല്ലേ? നിന്നെ കണ്ടിട്ട് ഇത്തിരി തിരുവാഭരണത്തിന്റെ ആവശ്യമുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നു. പൂവാണോ? നേരത്തെ ഇവിടെ ഒന്ന് തിരിഞ്ഞേക്കലെന്ന് വെച്ചിട്ടാ. നിനക്ക് ഇവിടെ എന്താ പണി? പാറാവുകാരൻ. അമ്പലത്തിൽ താറാവുകാരനോ? താറാവല്ല, പാറാവ്. ഓ, അതായത് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുക, അതിനൊക്കെ കാവല് നിൽക്കുക അല്ലേ? താൻ ഈ തിരുവാഭരണം കണ്ടിട്ടുണ്ടോ? ചാർത്തിരിക്കുമ്പോ കണ്ടിട്ടുണ്ട്. എനിക്കറിയാൻ വയ്യായിട്ട് ചോദിക്കാണ്. ഇതിന് വല്ല കയ്യോ കാലോ മറ്റുണ്ടോ? രാത്രി ആകുമ്പോ ഈ ക്ഷേത്രത്തിൽ നിന്ന് ആ ക്ഷേത്രം വരെ നടന്നു പോവുക, ആ ക്ഷേത്രത്തിൽ നിന്ന് വേറെ ക്ഷേത്രത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമുക്ക് തിരുവാഭരണം നീ ഇങ്ങോട്ട് വായോന്ന് വിളിച്ചിട്ട് വരാം. ഇത് തമാശ പറയാനുള്ള സമയമല്ല. തമാശയല്ല മേടെ, കാര്യം പറഞ്ഞത്. കണ്ടവരില്ല, കേട്ടവരില്ല, ആ സാധനം കാണാനില്ല. എന്ത് ചോദിച്ചാലും കുറെ ചോറിനിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ കയ്യട്ടി നിൽക്കുന്നുണ്ട്, പോത്തമാര്. ഇതൊക്കെ പോട്ടെ, നമുക്ക് ആദ്യം പൂജ കളിക്കാം. ഈ അമ്പലത്തിൽ നിന്ന് അവസാനം പുറത്തേക്ക് പോയതാരാ? തന്ത്രി. ഏത് മന്ത്രി? മന്ത്രിയില്ലേ, തന്ത്രി. തിരുമേനി. എത്ര മണിക്ക് അദ്ദേഹം പുറത്തു പോയത്? 10:10. എവിടുന്ന് അദ്ദേഹം ഇറങ്ങി വന്നത്? ശ്രീകോവിലിന്ന്. അപ്പോ അവസാനമായി ഇവിടുന്ന് പോയ തന്ത്രിയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു. അതു മതി. പറയടാ പൊന്നും മോനെ, തന്റെ മകളുടെ കല്യാണം ഉറച്ചെന്ന് കേട്ടു. ചെലവുണ്ടാവൂല്ലേ? കയ്യിലുള്ളത് തികയാഞ്ഞിട്ടാവും തിരുവാഭരണം കെട്ടത്. എന്നെ ഇങ്ങനെ കൊല്ലാകൊല ചെയ്യരുത്. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല. എന്നാ തിരുമേനിക്ക് ഞാനൊരു കൊച്ചു ഉമ്മൻ തരട്ടെ? തിരുവാഭരണം എവിടെയുണ്ടെന്ന് പറയോ? വാസുവിനും എനിക്കും നിനക്കും മാത്രമേ ഇതറിയൂ. മറ്റൊരു ചെവി ഇതറിയരുത്. ഇല്ല. ഈ കച്ചവടത്തിൽ എന്ത് ലാഭമാണ് നിനക്ക് വേണ്ടതെന്ന് ഇനി പറഞ്ഞാ മതി. എനിക്ക് ലാഭമൊന്നും വേണ്ട. കൃഷ്ണൻകുട്ടി മേനോന്റെ പേരിലുള്ള തറവാട് എന്റെ പേരിലാക്കി തരണം. ആ പഴഞ്ചൻ വീട് നിനക്കെന്തിനാ? ടൗണിൽ പുതിയ രീതിയിലൊന്ന് പണിയിച്ചുകൂടെ? ഞാൻ സഹായിക്കാം. വേണ്ട, എന്നെയും അമ്മയെ ഇറക്കി വിട്ട ആ വീട് തന്നെ എനിക്ക് വേണം. വർഷങ്ങളായി വളർത്തിയെടുത്തൊരു വാശിയാണ്. മനസ്സിലെ ടോമിനിച്ചൊരു മോഹമാണ്. വളരെ പഴക്കമുള്ളൊരു സ്വപ്നമാണ്. പടിപ്പുരയുടെ താക്കോൽ ഞാൻ അമ്മയുടെ കയ്യിൽ വെച്ചു കൊടുക്കും. അമ്മയെ കൊണ്ട് അത് തുറപ്പിക്കും. വലത്തുകാൽ വെച്ച് പൂമുഖത്ത് കയറ്റിയിരുത്തും. സന്തോഷം കൊണ്ട് ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പും. ആ കണ്ണുനീർ വീണ് എന്റെ മനസ്സൊന്ന് കുളിർക്കും. വേദനിപ്പിച്ച് ചിലരെ വെറുതെ വിടേണ്ടി വരുന്നു. മറ്റു ചിലർ വീണ്ടും തോൽപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. ഇവിടെയെങ്കിലും എനിക്ക് ജയിച്ചേ മതിയാകൂ. നിന്റെ പക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു പക്ഷേം വേണ്ട. എനിക്ക് ആ വീട് വേണം. പല വൃത്തികേടുകൾ ഞാൻ ചെയ്തതും ഇപ്പൊ ചെയ്യുന്നതും ഒരുപാട് നാൾ ഉള്ളിലിട്ട് ഉരച്ച സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ആ വീട് കിട്ടിയേ തീരൂ, ഉടനെ. ശരി, സമ്മതിച്ചു. സാർ എന്തിനാ വരാൻ പറഞ്ഞത്? സാർ ഒഴിവാക്കാം. അയൽക്കാർ, ഒരുമിച്ച് പഠിച്ചു വളർന്നവർ.
ആ അടുപ്പവും ബന്ധവും വെച്ച് ചോദിക്കാണ്. നിങ്ങൾ ആ തിരുമേനിയെ പറ്റി പറഞ്ഞത് ശരിയാണോ? ഞാൻ കണ്ട കാര്യം അല്ല, കൂട്ടുകാരനെ സഹായിക്കാനാണെന്ന് എനിക്കറിയാം. വാസുവിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ലല്ലോ. നിരപരാധിയായ ഒരു പാവ മനുഷ്യനെ കള്ളനാക്കി തടവിലാക്കി എന്ത് നേടാനാ? വാസു കൊടുത്ത മൊഴി തെറ്റാണെന്ന് പോലീസിൽ ഏറ്റു പറയണം. ഇല്ല സാർ, ഞാനത് ഇല്ലെങ്കിൽ ആ വൃദ്ധ ബ്രാഹ്മണന്റെ ശാപം ഏൽക്കേണ്ടി വരും. വാസു സത്യം പറഞ്ഞാൽ മതി. എന്നെ നിർബന്ധിക്കരുത് സാർ. ഒരിക്കൽ പറഞ്ഞ ഇനി ഞാൻ മാറ്റി പറയില്ല. വാസുട്ടിയെ ഒന്ന് കാണണമെന്ന് കരുതി അമ്പലത്തിലേക്ക് വരികയായിരുന്നു. ഇന്നലെ എന്റെ പൈസ മുഴുവൻ തീർത്ത് കിട്ടി. എന്റെ കുടുംബം വാസുട്ടി രക്ഷിച്ചു. പുണ്യം കിട്ടും വാസുട്ടിക്ക്. ദേവന്റെ കൃപ കൊണ്ട് തന്നെയാ ആ ദ്രോഹി തന്ത്രിയെ പിടിച്ചു കൊടുക്കാനും ഇവിടത്തേക്ക് കഴിഞ്ഞത്. ദേവന്റെ മുതല് കട്ടവരൊക്കെ മുടിഞ്ഞു പോകുകയുള്ളൂ. ഇയാൾക്ക് എന്നോടുള്ള പക തീർക്കാനല്ലേ എന്റെ അച്ഛനെ കള്ളനാക്കിയത്. ജീവിതം മുഴുവൻ പൂജിച്ചും ധ്യാനിച്ചും ആ കോവിലിൽ കഴിഞ്ഞ അദ്ദേഹം പ്രാണൻ നേദിക്കല്ലാതെ ദേവന്റെ മുതൽ അപഹരിക്കില്ലെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തിനീ ക്രൂരത കാണിച്ചു? ഞാൻ കാരണം നിരപരാധിയായ എന്റെ അച്ഛനെ ശിക്ഷിക്കരുത്. നിങ്ങൾക്ക് വഴങ്ങാത്തതാണ് എന്റെ കുറ്റമെങ്കിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. മോഹം തീരട്ടെ. എന്റെ അച്ഛൻ പാവാണ്, ഉപദ്രവിക്കരുത്. അരുത്. എനിക്ക് തമ്പുരാട്ടിയോട് ഒരു പകയില്ല, ഇഷ്ടമുള്ളൂ. ഇങ്ങനെ ആരെങ്കിലും കണ്ടാൽ ആ ഒരു ദുഷ്പരിപാടി വരുത്തണോ? പോയിക്കോളൂ, തിരുമേനിക്കൊന്നും വരില്ല. ഞാനല്ലേ പറയുന്നത്. തമ്പുരാട്ടി പോയിക്കോളൂ. വിധി അനുഭവിച്ചേ പറ്റൂ. എന്നാലും ഞാനിഞ്ഞു വന്നില്ലേ? നിന്റെ പൊൻകുട ഉറപ്പിക്കാൻ വേണ്ടി ഞാനിങ്ങെത്തിയില്ലേ? അതൊരു ഭാഗ്യമാണെന്ന് കൂട്ടിക്കോളൂ. ചിത്ര നമ്പൂതിരിയുടെ ഇല്ലത്തുനിന്ന് അവര് വന്നിട്ടുണ്ട്. ഇത്ര നേരത്തെയോ? എന്താ? നേരത്തെ അറിയിക്കാന്ന് കരുതി. ചെറായിക്കാര് വരില്ല. നമ്മൾ ആലോചിച്ച ബന്ധം നടത്താൻ അവർക്ക് താല്പര്യമില്ലാത്രേ. എന്താ ഇങ്ങനെ പറയണത്? ഇനിയും പറയിപ്പിക്കണ്ട. ദേവന്റെ മുതലല്ലേ മോട്ടിച്ചത്. എല്ലാം അറിഞ്ഞിരിക്കണോ? വാസൂട്ടെ, അറിഞ്ഞില്ലേ തന്ത്രി തൂങ്ങി മറിച്ചെന്ന്? പഞ്ചാഗ്നിമധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? പഞ്ചാഗ്നിമധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? പഞ്ചാഗ്നിമധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? ചെയർമാന്റെ പുതിയ ഭരണ പരിഷ്കാരങ്ങളിൽ പലർക്കും എതിർപ്പുണ്ട്. അതിനു പുറമെയാണ് പുതുതായി 46 പേരെ ജോലിയിൽ നിയമിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം. അത്രയും പേർ കൂടി ശമ്പളം കൊടുത്താൽ ദേവസ്വത്തിന് അതൊരു ബാധ്യതയാവും. അത് അനുവദിക്കാൻ പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റർ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ജീവനക്കാരുടെ അധ്വാന ഭാരം കുറയ്ക്കാൻ വേണ്ടിയാണ് പുതിയ ആളുകളെ നിയമിക്കുന്നത്. അല്ലെങ്കിൽ അവർ ഇവിടെ കുഴപ്പമുണ്ടാക്കും, സമരവും പണിമുടക്കും എല്ലാം. ഇല്ല, അവരുടെ പ്രതിനിധിയാണ് ഞാൻ. ആവശ്യത്തിലധികം ജോലിക്കാർ ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ടല്ലോ. ഒരാനയ്ക്ക് 5 6 പാപ്പാമാര്, ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കീഴിൽ 6 AEമാര്, ദേവസ്വം കോളേജിലും സംസ്കൃത വിദ്യാലയത്തിലും പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടല്ലോ.
കോഴ വാങ്ങാനാണ് പുതിയ തസ്തികളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇനി ഇത് ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ലെന്ന് മാത്രമല്ല ശക്തിയായിട്ട് എതിർക്കുകയും ചെയ്യും. വാസു, ഒരുമാതിരി നാളെ വർത്താൻ എന്നോട് പറയരുത്. കഷ്ടപ്പെട്ട് ഇവനെ സെക്രട്ടറി ആക്കിയിട്ട് ഇവനിപ്പോ നമുക്ക് വരാം. വേറെയും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ പലതും നിങ്ങൾക്ക് വേണ്ടി, തട്ടിപ്പ് മോഷണവും വരെ. ഇനി എന്നെ അതിന് കിട്ടില്ല. ദേവന്റെ മുതൽ കൊള്ളയടിക്കാൻ. ഇതൊക്കെ പറയാൻ നീ ആരാ? ദേവസ്വം ബോർഡ് നിന്റെ തറവാട്ട് വകയൊന്നുമല്ല. ക്ഷേത്രം ദൈവത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉള്ളതാ. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ വിളിച്ചു കൂവിയായിരുന്നു. നിനക്കൊന്നും അവിടെ ഭരിക്കാനുള്ള അർഹതയില്ല. നമ്മൾ അമ്പലത്തിൽ എങ്ങനെ ബഹളം കൂട്ടുന്നത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. വാസ്തു ഒരു കാര്യം മനസ്സിലാക്കാം. അമ്പലത്തിൽ പുണ്യം തേടി വരുന്നവരാണ് അധികവും. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചാണ് അവരവിടെ എത്തുന്നത്. ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് വഴിപാടുകൾ നടത്തുന്നത്. ആ പണം നല്ല കാര്യത്തിന് വേണം ഉപയോഗിക്കാൻ. അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും ഞാൻ എതിർക്കും. നീ എന്നെ വിരട്ടുകയാണോടാ? അല്ല, ഞാൻ അനുഭവിച്ച വേദന അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. നിരപരാധിയായ ഒരു പാവം മനുഷ്യനെ കൊന്നതിന് വാസു, ആ ശാപത്തിൽ നിന്ന് എനിക്ക് മുക്തി നേടണം. ഏറ്റ ബ്രഹ്മഹത്യാ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യണം. അല്ലെങ്കിൽ എന്റെ മനസ്സിന് സ്വസ്ഥത കിട്ടില്ല ഒരിക്കലും. വാസു, അല്ല ഇവൻ നമ്മളെ കാര്യം ചളാക്കുവോ? ഇവൻ എന്തൊക്കെയാ പറയുന്നത്? മോഷ്ടിച്ച് കൊന്നു എന്നൊക്കെ. ഇവൻ ആരെയാ കൊന്നത്? ഇവന് സൂക്ഷിക്കണം കേട്ടോ. ഇവന് മുറിയ ഭ്രാന്ത. അവന്റെ ഭ്രാന്ത് അത് ഞാൻ മാറ്റിക്കൊള്ളാം. താൻ ഈ കാര്യം അടുത്തെങ്കിലും പറഞ്ഞ. അയ്യേ, ഞാനോ? തിരക്ക് പിടിക്കണ്ട നടന്നോളൂ. ആ മുമ്പിലേക്ക് നടന്നോളൂ. എന്താ കാര്യം? മന്ത്രിയാണ് വരുന്നത്, മാറി നിൽക്കണോ? ആരായാലും തൊഴാൻ നിൽക്കുന്നവർ തള്ളി മാറ്റാൻ പറ്റില്ല. മിനിസ്റ്ററുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. ആ എന്ത് സെക്യൂരിറ്റി? അങ്ങനെ പേടിയുള്ളവരുടെ വീട്ടിൽ പോയി ഭജിക്കാൻ പാടില്ല. എന്ത് പറഞ്ഞു നീ? എന്താ ഇത്? ആ ദർശനത്തിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന മറ്റുള്ളവരെ ആട്ടിപ്പായിച്ച് ഇവിടെ ആർക്കും വഴി ഒരുക്കരുതെന്ന് ഞാൻ പറഞ്ഞോളൂ സാർ. ക്ഷേത്ര സന്നിധിയിൽ എല്ലാവരും സമന്മാരാ. അവിടെ വലിപ്പച്ചെറുപ്പം കാണിക്കുന്നത് ദൈവനിന്ദയാവും. ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഫലം ഉണ്ടാവാൻ പോകുന്നില്ല. മര്യാദക്ക് വഴി മാറുന്നോ അതോ? വേണ്ട, അയാൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ശരിയാണ്. ഒരു സാധാരണക്കാരനെ പോലെ വേണം ഞാനും അമ്പലത്തിൽ കിടക്കാൻ. ചൂണ്ടിക്കാണിക്കാൻ ഒരാളെങ്കിലും ഉണ്ടാവുമ്പോഴല്ലേ തിരുത്താൻ ഒക്കൂ. പിന്നെ ഈ സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ പ്രസംഗിക്കാനേ കൊള്ളൂ, പ്രാവർത്തികമാക്കാൻ പ്രയാസ. ഒരു മന്ത്രിക്ക് മന്ത്രിയുടെ ബുദ്ധിമുട്ട് അറിയൂ. ആ ഞാനെവിടെയാ നിൽക്കേണ്ടത്? ആ നമ്മളെ കൂടി അപമാനിക്കാൻ വേണ്ടിയാ അവൻ കയ്യിൽ കൂട്ടി ആ മന്ത്രിയെ തടഞ്ഞത്. ആ വാസു വിരിച്ചെടുത്ത് കിടക്കുന്ന ജാതിയല്ല. അയാളും ചെയർമാനും കൂടി ദേവസ്വം കാര്യം പറഞ്ഞ് തെറ്റി എന്റെ മുമ്പ് കൂട്ടം കൂടിയൊക്കെ. വേണ്ടാത്ത കളിയൊക്കെ കളിച്ച് നീയൊക്കെ അല്ലേ അവനെ കയറ്റിയിരുത്തിയത്? അതേ കളി കളിച്ചങ്ങ് ഇറക്കി വിട്ടാ മതി. അല്ല, അത് പറ്റും തോന്നുന്നില്ല സാർ. അമ്പൽക്കാര് മുഴുവൻ വാസുവിന്റെ കൂടിയാ. വാസു പറയുമ്പോലെ അവർ കേൾക്കും. അവൻ അവിടെ ഉള്ളിടത്തോളം കാലം നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം നടക്കൂല. ഇനി അതൊന്നും നടന്നെന്ന് വിചാരിക്കട്ടെ, അതിൽ എന്തെങ്കിലും അച്ഛനുണ്ടാക്കി അവൻ നമ്മൾ നാറ്റിക്കുകയും ചെയ്യും. ഇത് പണ്ടൊരാള് പറഞ്ഞ പോലെ വെയിൽ കിടക്കുന്ന പാമ്പിന്റെ അടുത്ത് എന്ന് പറഞ്ഞ പോലെയായി. അവന്റെ നേതാവ് ചമേലിയെ നിർത്തിത്തരാം. നമ്മുടെ കുറെ ആളുകളെ നാളെ അമ്പലത്തിന്റെ നടയിൽ നിർത്തണം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വാസു പഠിച്ചതാണോ? ഏയ്, ക്ലബും പരിപാടിയായിട്ടൊക്കെ നടത്തുന്ന കാലത്ത് ഇങ്ങനെ കുറച്ചൊക്കെ. അപ്പൊ അത്യാവശ്യത്തിന് ചെണ്ടക്കാരൻ വന്നില്ലെങ്കിൽ ചീവേലി കൊട്ടാൻ ഒരാളായി. ആ കേക്കട്ടെ. വാസു, ഇതെന്താടോ നീ ഇവിടെ ഈ ചെണ്ടയും മേളവും ഒക്കെ ആയിട്ട്? ഇവിടെ പറവണിയാ. പാറാവോ? ഭഗവാൻ എന്തിനാടോ പാറാവ്? അല്ലെങ്കിൽ തന്നെ ഈ പണി നിനക്കെന്തിനാ? നീ വന്നേ. ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാരൻ ചെയർമാനായിട്ട് ഇരിക്കുമ്പോ നിനക്ക് പാറാവ് പണിയോ? ആ ശിവനോട് ഞാനൊന്ന് ചോദിക്കട്ടെ. അവൻ ജയിലിൽ കിടക്കുമ്പോ അവന്റെ അമ്മയെ വരെ സ്വന്തം അമ്മയെ പോലെ നോക്കാനല്ലയോ നീ? എന്നിട്ട് ഈ പണിയാവൻ നിനക്ക് തന്നത്? വേണ്ട 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 വേണ്ട, ഈ കുപ്പായ അഴിച്ചു വെച്ചിട്ട് നേരെ പാർട്ടി ഓഫീസിലോട്ട് പോവാ. ഇതിനെക്കാട്ടി നല്ല ജോലി ഞാൻ തരാം. ഒന്നുമില്ലേലും നീയും ശിവനും ഞാനും ഒക്കെ ഒരുമിച്ച് നാട്ടിലെ ഒരു പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരല്ലേ? ആ ഞാൻ തൊഴുതിട്ട് വരാം. കൂടെ നടക്കുന്നവരെ പോലും വിശ്വസിക്കാൻ വയ്യാത്ത കാലമാണല്ലോ. അതുകൊണ്ട് അല്പം ദൈവവിശ്വാസം ആയിക്കളയാമെന്ന് വിചാരിച്ചു. വരട്ടെ.